കഴിഞ്ഞ ദിവസം ഉണ്ടായ കൊട്ടാരക്കരയിലെ സംഘർഷം അത് വലിയ രീതിയിൽ വാർത്തയിൽ ഇടം നേടിയതാണ്. ആ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പല രീതിയിലുള്ള വിശദീകരണങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ദൃശ്യങ്ങളടക്കം ഇപ്പോഴും അത് പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് സ്വീറ്റിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്? ആദ്യമേ കൊട്ടാരക്കര വിഷയത്തിൽ ആദ്യമേ പറയാം, തെറ്റ് ചെയ്തവരാരായാലും ശിക്ഷിക്കപ്പെടട്ടെ. നമ്മൾ പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും പൊതുമുതലിനും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിനും തടസ്സമാവുന്ന, അത് ഏത് ജെൻഡറിൽപ്പെട്ട വ്യക്തികളാണെങ്കിലും തടസ്സമുണ്ടാക്കുന്നത് വലിയ തെറ്റ്. പിന്നെ ഇത്തരത്തിലുള്ളൊരു വിഷയം ഉണ്ടാകുമ്പോൾ ഇത് ഉണ്ടാവാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നീതി നിഷേധം തന്നെയാണ്. നമ്മൾ കണ്ടു കാണും. അവഹേളിക്കപ്പെടുന്നത് ഒരു വിഭാഗത്തെ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ. നിലവിൽ കൊട്ടാരക്കരയിൽ ഉണ്ടായത് ഒരു 5-6-7 പേരോളം മുൻകാലങ്ങളിലുണ്ടായിരുന്ന ഒരു കേസ് ഒത്തുതീർപ്പാക്കണമെന്ന് പറഞ്ഞിട്ട് അവർ പോലീസ് സ്റ്റേഷനിൽ മുന്നേ ചെല്ലുകയും ആ സമയത്ത് അവരെ നീതി നിഷേധിക്കപ്പെടുന്ന അവസരം ഉണ്ടായി. പിന്നീട് തന്നെ അവർ അസിസ്റ്റന്റ് കമ്മീഷണറെ ബന്ധപ്പെട്ടിരുന്നു. അതിനും സമാധാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞെങ്കിൽ പോലും സമാധാനം ഉണ്ടായില്ല. ഒരു ഗ്രൂപ്പോളം, അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ളൊരു പ്രൊട്ടസ്റ്റ് നടത്തുമ്പോൾ കേരളത്തിൽ എവിടെയും ഒരു സംഘടനയുടെ ഭാഗമായിട്ട് നമ്മൾ മേലധികാരികളായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സിനെ അതുപോലെ കളക്ടറിനെ നമ്മൾ പെർമിഷൻ എടുക്കുന്ന ഒരു ഇതുണ്ട്, നിയമമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കൊട്ടാരക്കരയിൽ നടത്തിയ ആ ഒരു പ്രതിഷേധത്തിൽ അവരൊരു പെർമിഷൻ എടുക്കുകയോ വേണ്ടപ്പെട്ട അധികാരികളെ അറിയിക്കുകയോ ചെയ്തിരുന്നില്ല എന്ന് തന്നെയാണ് വാസ്തവത്തിൽ. അതൊരു വല്ലാത്ത വിഷമമുണ്ടാക്കി. പക്ഷേ കുറച്ച് പേർ ചെയ്ത ഒരു തെറ്റിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പല മനുഷ്യരെയും അവഹേളിക്കപ്പെടുന്ന രീതിയിലുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ നിലവിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വിഭാഗത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയമാണെങ്കിലും ആ വിഭാഗത്തെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ വിഭാഗത്തിലുള്ളൊരു വ്യക്തിയാണെങ്കിൽ പോലും ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് വ്യക്തികൾ തൊഴിലിടങ്ങളിൽ, പൊതുവിടങ്ങളിൽ, അതുപോലെ ജോലി സ്ഥലങ്ങളിൽ, നമ്മുടെ ഫാമിലിയിൽ ഒക്കെ നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊട്ടാരക്കരയിൽ നടന്ന സംഭവത്തെ നമ്മൾ ഒരു സ്ഥലത്തിലും അത് വെളുപ്പിച്ച് കാണാൻ ആഗ്രഹിക്കുന്നില്ല, ഒരിക്കലും അത് പറയുന്നില്ല. തെറ്റ് ചെയ്തവർ അത് ശിക്ഷിക്കപ്പെടട്ടെ. അതിലുപരി അവരുടെ നീതി നിഷേധവും അവിടെ നടപ്പായിരുന്നു. എനിക്ക് തോന്നുന്നു സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ ഒരുപാട് സ്ഥലങ്ങളിൽ തെറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഭൂരിപക്ഷം എടുത്തു നോക്കിയിട്ടാണ് തെറ്റ് ചെയ്ത ഒരാളെ മാത്രമാണ് നമ്മളവിടെ, ഒരു പുരുഷൻ തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരാളെ വെട്ടിക്കൊല്ലുകയോ മാനഭംഗപ്പെടുത്തുകയോ എന്ന് ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്ത ഒരു പുരുഷനെ മാത്രമാണ് അവിടെ തെറ്റുകാരനാക്കുന്നത്. എങ്കിൽ സ്ത്രീകളെ അങ്ങനെ തന്നെയാണ്. കുഞ്ഞിനെ കൊല്ലുന്ന അമ്മമാർ, സ്ത്രീകൾ, അല്ലെങ്കിൽ കാമുകനെ വിഷം കൊടുത്തു കൊല്ലുന്ന കാമുകി, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ സിസ്ജെൻഡർ ആയിട്ടുള്ള ഒരു സ്ത്രീയെ മാത്രമാണ് അവിടെ കുറ്റം കാണിക്കുന്നത് എന്നതുപോലെ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയിലും പുരുഷനിലും ഒരുപാട് അവരുടെ ഭൂരിപക്ഷം നോക്കിയിട്ടാണ് ഓരോരുത്തരെ വിലയിരുത്തുന്നത്. അതിലുപരി ട്രാൻസ് മനുഷ്യർ അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു ചെറിയ ഒരു വിഭാഗം, ഒരു 10-20 പേരടങ്ങുന്ന ഏതെങ്കിലും ഒരു വിഭാഗം തെറ്റ് ചെയ്താൽ കേരളത്തിലുള്ള എല്ലാ ട്രാൻസ് വുമൻസും, നിലവിലത്തെ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല വ്യക്തികളെയും ട്രാൻസ് വുമൻസിനെയാണ് ബാധിക്കുന്നത്. ഇവിടെ ട്രാൻസ് മെൻസ് ഉണ്ട്, ഗെയ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതുപോലെ ലെസ്ബിയൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ക്യൂർ വ്യക്തികളുണ്ട്. അവരാരും ഉപദ്രവിക്കുന്നില്ല. നമ്മൾ വാർത്തകളും അല്ലെങ്കിൽ ഒരുപാട് അപ്ഡേഷൻസും ഒക്കെ കാണുന്നത് ട്രാൻസ് വുമൻസിനെ കുറിച്ചിട്ടാണ്. ഞാനൊരു ട്രാൻസ് വുമനാണ്. അപ്പോൾ ഞങ്ങളെ പറ്റിയിട്ട് എല്ലാ മീഡിയകളും, സോഷ്യൽ മീഡിയകളും അല്ലെങ്കിൽ പൊതുവിടങ്ങളിലും ഒക്കെ തെറ്റായ വാർത്തകൾ പ്രചരിക്കുമ്പോൾ ഞാനടക്കമുള്ള എല്ലാ വ്യക്തികളും അല്ലെങ്കിൽ ഞാനടങ്ങുന്ന ഒരുപാട് ഒരു ശബ്ദമായ എന്നെ അടക്കം ആൾക്കാർ പഴി കേൾക്കേണ്ടി വരുന്നൊരവസ്ഥ വരുന്നു. അത് അത്യന്തം വിഷമമുള്ളൊരു കാര്യമാണ്. അതിന് മാറ്റം ഉണ്ടാവണം. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ. തീർച്ചയായിട്ടും ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുന്നത്, അവര് ഒരു ചെറിയ വിഭാഗമാണ് എന്ന് പറയുമ്പോഴും കമ്മ്യൂണിറ്റിക്ക് അതിൽ ഇടപെടാനൊന്നും കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം സ്വീറ്റി പറഞ്ഞതുപോലെ 1-2 വ്യക്തികളായിരുന്നില്ല അന്നത്തെ സമരത്തിൽ ആ വ്യാപകമായി പോലീസുകാരെ പ്രകോപിതരാക്കുന്ന രീതിയിൽ, അവരെ മർദ്ദിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അവർ കുറേ സമയം സംയമനം പാലിച്ച് നിൽക്കുകയും പിന്നീട് അവർക്ക് തിരിച്ച് അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരികയായിരുന്നു. പക്ഷെ പരിക്കേറ്റതിൽ ഭൂരിഭാഗവും പോലീസുകാർക്കാണ്. വനിതാ പോലീസുകാരെയൊക്കെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും അത് പോയിക്കൊണ്ടേയിരിക്കുന്നു. പറയൂ സ്വീറ്റി.
പക്ഷേ നമ്മൾ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ കണ്ട വിഷ്വൽസിൽ നമ്മൾ കണ്ട കുറേ വിഷ്വൽസിൽ അതൊരു ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവരെ ഉപദ്രവിക്കുന്ന സീനുകളും അതിൻ്റെ അകത്തുണ്ട്. ട്രാൻസ്മെൻഷനായിട്ടുള്ള ഒരുപാട് സർജറി ചെയ്ത ആൾക്കാർ അവർ ചെയ്തതൊന്നും നമ്മൾ ഒരിക്കലും ഒരു സ്ഥലത്തും നല്ലതാണെന്നല്ല പറയുന്നതെങ്കിൽ പോലും തെറ്റ് ചെയ്യാൻ പാടില്ല ഒരു സ്ഥലത്തും, അത് ട്രാൻസ് ആയാലും സിസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും. എങ്കിലും അത്തരത്തിലുള്ളൊരു ആക്രമണം ഒരു പൊതുജനങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ നിയമപാലകർക്കെതിരെയോ ചെയ്യുന്നത് തെറ്റാണ്. അതിനൊരിക്കലും ഞാൻ അടങ്ങുന്ന ഒരു വിഭാഗം ആൾക്കാർ ആരും തന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല. തെറ്റ് ചെയ്തവർ തെറ്റ് ചെയ്തത് തന്നെയാണ്. എങ്കിൽ പോലും ഈ തെറ്റ് ചെയ്യാനുണ്ടായ അതിൻ്റെ ബാഹ്യവശങ്ങളിലേക്കാണ് ഞാൻ സംസാരിക്കുന്നത്. അവർക്കും വേണ്ട നീതി നിഷേധിക്കപ്പെട്ടു പലയിടങ്ങളിൽ. അതാണ് ശരിക്കും അതിൻ്റേതായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു പ്രൊവോക്നെസ് ഉണ്ടായതും. അതുപോലെ പൊതുവിടങ്ങളിൽ ജനങ്ങളാണെങ്കിലും അവരെ ആക്രമിക്കാൻ ചെന്നതുകൊണ്ട് മാത്രമാണ്. ആ വ്യക്തികളോട് ഞാൻ പേഴ്സണലി അതിലെ കുട്ടികളോട് സംസാരിച്ചിരുന്നു. അവർക്ക് വേണ്ട നിയമോപദേശവും അതുപോലെ അഡ്വക്കേറ്റ്സിനെയൊക്കെ ഞാൻ കണക്ട് ചെയ്ത് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൃത്യമായി പറയുന്നത്. കൊട്ടാരക്കര വിഷയത്തിലെ കുട്ടികളെ, ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ട യുവതികളെ നാട്ടുകാരും അതുപോലെ ആക്രമിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലും കൂടിയിട്ടാണ് ഇപ്പം ചില ആൾക്കാർക്ക് അതിൽ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയിരുന്നു. അത് വളരെ മോശകരമാണ്. അതൊരിക്കലും ഇനി സംഭവിക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നടക്കുമ്പോൾ അത് കേരളത്തിലുള്ള എല്ലാ ട്രാൻസ് മനുഷ്യരെയും ട്രാൻസ് വുമൻസിനെയും ബാധിക്കുന്നത് അത്യന്തം അരോചകരമാണ്. അത് ഭയങ്കര വിഷമകരമാണ്. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. അത് നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു. കുറേയേറെ എത്രയോ നാളുകൾ കൊണ്ടുള്ള നിങ്ങളുടെയൊക്കെ പ്രയത്നമാണിപ്പോൾ വലിയ രീതിയിലുള്ള മുന്നേറ്റം പല മേഖലയിലും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സ്വീറ്റി പറഞ്ഞതുപോലെ അതിനപ്പുറത്തേക്ക് ഒരു ചെറിയ വിഭാഗം, നിങ്ങളുടെ ഇടയിലുള്ള ചെറിയ വിഭാഗം നടത്തുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് പൊതുജനം അങ്ങനെ കാണുന്നു എന്ന് നമ്മൾ പറയുന്നതിനപ്പുറത്തേക്ക് താങ്കൾക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് ഇതിലൊന്നും ഇടപെടാൻ കഴിയുന്നില്ല. താങ്കളിപ്പോൾ അവരുമായി സംസാരിച്ചു, അവർ വളരെ കുറച്ചു പേരുമായി സംസാരിച്ചു എന്ന് പറഞ്ഞു. അതിൽ എന്തെങ്കിലും ഇടപെടൽ നടത്താനായോ? ഇങ്ങനെ അല്ല നമ്മൾ പ്രതിഷേധിക്കേണ്ടത്, ഇങ്ങനെ ആയിരുന്നില്ല നമ്മൾ പെരുമാറേണ്ടത് എന്നൊരു തിരുത്തൽ വരുത്തേണ്ടതല്ലേ കമ്മ്യൂണിറ്റി? അവരോട് ഇപ്പം നിലവിൽ ഒളിവിൽ പോയ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുസരിച്ചിട്ട് അവർ പോയ ആൾക്കാർ കരഞ്ഞുകൊണ്ട് അവർ വേറെ എവിടെയൊക്കെയാണ് ആ സ്ഥലങ്ങളിൽ നിന്ന് കരഞ്ഞുകൊണ്ട് തന്നെ കോണ്ടാക്ട് ചെയ്തപ്പോഴും പറഞ്ഞത്, സ്വീറ്റി മമ്മി, ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി പൊതുജനങ്ങളും അതുപോലെ ഞങ്ങളെ പോലീസുകാരും അത്രത്തോളം രോഷാകുലരാക്കിയപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ആ ഒരു മാനസികാവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞു. എങ്കിൽ പോലും തെറ്റ് ചെയ്ത ആൾക്കാർ ഇപ്പോൾ റിമാൻഡിലായിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു സത്യാവസ്ഥ, തെറ്റ് ചെയ്ത ആൾക്കാരല്ല കൂടുതലും റിമാൻഡിൽ പെട്ടിട്ടുള്ളത്. തെറ്റ് ചെയ്ത ആൾക്കാർ പുറത്തും തെറ്റ് ചെയ്യാത്ത ആൾക്കാർ അകത്തും കിടക്കുന്നൊരു പ്രവണത കണ്ടു. അതും വളരെ വിഷമകരമാണ്. പൊതു ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള അഴിഞ്ഞാട്ടം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംസ്കാരമില്ലായ്മ കാണിച്ചതിനോട് ഒരിക്കലും യോജിക്കില്ല. പൊതുവായിട്ടുള്ള പല കമ്മ്യൂണിറ്റി കാര്യങ്ങളിലും അല്ലെങ്കിൽ പല ഓർഗനൈസേഷൻസും അല്ലെങ്കിൽ ഞാനടക്കമുള്ള വ്യക്തികൾ അതിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിന് വേണ്ട പരിഹാരം ചോദിക്കാൻ ചെന്നപ്പോൾ അവരുടെ അഭിപ്രായം ഇങ്ങനെയായിരുന്നു: കയ്യിൽ നിന്ന് പോയി അവരുടെ മാനുഷികമായിട്ടുള്ള പരിഗണന വിഷയങ്ങൾ അവർ ചോദിച്ചപ്പോൾ, നിയമപാലകരോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അതൊന്നും കിട്ടിയിരുന്നില്ല. അതിലുപരി അവർക്ക് നീതി നിഷേധിക്കപ്പെട്ടു. അതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് പോയി അവരുടെ പ്രൊട്ടസ്റ്റ് നടത്തി. അതും ഒരു ഓർഗനൈസേഷൻ ഇല്ലാതെ എന്നാണ് അവർ എന്നോട് പറഞ്ഞത്. ഇതിൻ്റെ ഒരു കാരണത്തിലേക്ക് കൂടി കടക്കുമ്പോഴാണ് നമുക്ക്, അതായത് 4 വർഷം മുമ്പുണ്ടായ ഒരു കേസ്, 4 വർഷം മുമ്പ് ഇതുപോലെ തന്നെ അവർ ഒരു പ്രതിഷേധത്തിന് ഇറങ്ങുകയും കുറച്ചു പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. ആ കേസ് ഒത്തുതീർപ്പാക്കണം. മാത്രമല്ല, കേസെടുത്ത ഉദ്യോഗസ്ഥനെ പുറത്താക്കണം. അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകണം. ഇതായിരുന്നു ആവശ്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അദ്ദേഹം ഇപ്പോൾ സർവീസിലില്ല എന്നുള്ളത് പോലും മിനിമം സമരക്കാർ അറിഞ്ഞിരിക്കണമായിരുന്നു. അതുപോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടിയുണ്ട്. അവർക്ക് വ്യക്തമായ ധാരണയോ കൃത്യമായ ആശയമോ ഇല്ലാണ്ടാണ് അവരൊരു പ്രൊട്ടസ്റ്റ് നടത്തിയത്. അത് അത്യന്തം വിഷമകരം തന്നെയാണ്. അത് നമുക്കൊരിക്കലും യോജിച്ചു കൊടുക്കാൻ സാധിക്കില്ല. ബിക്കോസ് ഇത്തരത്തിലുള്ള ഒരു കൊട്ടാരക്കര വിഷയം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒരു കേരളത്തിലുള്ള നിരന്തരം എല്ലാ ട്രാൻസ് വുമൻസിനും അത്യന്തം വളരെ അപമാനകരമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഈ ഒരു കൊട്ടാരക്കര വിഷയം നടന്നത്. അതിൽ ഇനിയുള്ള അല്ലെങ്കിൽ തെറ്റ് ചെയ്ത ആൾക്കാർ ശിക്ഷ അനുഭവിക്കട്ടെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനി ഒരിക്കലും ഒരു ട്രാൻസ് വുമൻസും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അല്ലെങ്കിൽ ആഗ്രഹിക്കാം. ശരി സ്വീറ്റി, അപ്പോൾ എന്തായാലും സ്വീറ്റി ആ സമരത്തെ പൂർണ്ണമായും തള്ളുന്നതായാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ടുള്ള ആശയമോ ലക്ഷ്യമോ ഇല്ലാത്തൊരു സമരമായിരുന്നു എന്നുള്ളതാണ് സ്വീറ്റിയും
പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടി വരുന്നില്ല ഈ ചർച്ചയിൽ. അശ്വതി ഒരു നിമിഷം, അശ്വതി ഒരു നിമിഷം. അശ്വതി, ഇത്തരത്തിലുള്ള അക്രമവാസന നടത്തുന്ന സമരങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നഗ്നതാ പ്രദർശനങ്ങൾ നടത്തുന്ന സമരങ്ങൾ ഒരിക്കലും ഒരു സമൂഹത്തിലും അല്ലെങ്കിൽ നമുക്ക് ഒരു തരത്തിലും ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റി ഒരു ക്യൂർ മനുഷ്യനും പ്രോത്സാഹിപ്പിക്കുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. അവർ കാണിച്ചത് ശരിക്കും തെറ്റാണ് എങ്കിൽ കൃത്യമായിട്ടുള്ള അവബോധം വെച്ച് അല്ലെങ്കിൽ വേണ്ടപ്പെട്ട നമ്മുടെ ഉദ്യോഗസ്ഥരെ അറിയിച്ചുകൊണ്ട് നടത്തുന്ന അവകാശവാദങ്ങൾക്കും അല്ലെങ്കിൽ അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി നടത്തുന്ന പ്രൊട്ടസ്റ്റുകൾക്കും നമുക്ക് എന്നും നിലനിൽപ്പുണ്ട്. ഞാൻ അടക്കമുള്ള ഒരുപാട് വ്യക്തികൾ ഒരുപാട് തരത്തിൽ രാജ്ഭവൻ മാർച്ച് പോലുള്ള ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ പങ്കെടുത്തിട്ടുള്ള വ്യക്തികളാണ്. അതിന്റെ അറിവ് വെച്ചിട്ട് തന്നെ പറയുകയാണ്, ഇവർ കുറച്ച് ഭാഗങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മേഖലയിലുള്ള ട്രാൻസ്വുമൻസ് കമ്മ്യൂണിറ്റികൾ നടത്തിയിട്ടുള്ള ഈ ഒരു അതിക്രമത്തിൽ അത് മീഡിയ വാർത്തയാക്കി, അത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. ഇപ്പോൾ നിലവിലെ സാഹചര്യം സ്ത്രീയും പുരുഷനും ആയിട്ടുള്ള വ്യക്തികളെ പോലെ ഞങ്ങളെ കാണാതെ ആ ഒരു പ്രശ്നം നടന്നത് കേരളത്തിലുള്ള എല്ലാ ട്രാൻസ് കമ്മ്യൂണിറ്റിയും അതിൽ ഉത്തരവാദികളാണ് എന്നുള്ള ഒരു മോശമായിട്ടുള്ള വാർത്തയാണ് സമൂഹത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആർക്കും ഞങ്ങൾക്ക് പങ്കില്ല. തെറ്റ് ചെയ്തവർ എവിടെയായിരുന്നാലും അതിൽ ശിക്ഷ അനുഭവിക്കട്ടെ. ശരി, സ്വീറ്റി എന്തായാലും വ്യക്തമായി തന്നെ സ്വീറ്റിയുടെ നിലപാട് പറഞ്ഞു. നമ്മൾ ഈ വാർത്താവതാരകയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇതുപോലെയുള്ള വാർത്തകൾ, ഇതുപോലെയുള്ള എന്നല്ല, എല്ലാ വാർത്തകളും നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ പോയി. അപ്പോൾ സ്വീറ്റി അതിനുശേഷം വാർത്ത വായിക്കാൻ തുടങ്ങിയത് മുതലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഈ സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്നത് അല്ലെങ്കിൽ ആ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാനൊക്കെ തുടങ്ങിയോ? ഞാൻ എല്ലാ ദിവസവും തന്നെ എൻ്റെ ഓരോരോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ന്യൂസ് റീഡറാണ് അളകനന്ദ ചേച്ചി, സത്യം പറയാം. പിന്നെ അങ്ങനെ കുറെ, പിന്നെ അശ്വതിനെ ഇഷ്ടമാണ്. അശ്വതിന് എനിക്ക് ഇഷ്ടമാണ്, അശ്വതിയുടെ ശബ്ദം ഇഷ്ടമാണ്. അല്ല, അത് ഞാൻ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചിട്ടാണ് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞെന്നുള്ളതാണ്. അപ്പൊ അതൊന്നും സാരമില്ല. അളകനന്ദ ചേച്ചി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള, നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് കാണുന്ന ന്യൂസിലൊരു ശബ്ദമാണ്. പറഞ്ഞോളൂ സ്വീറ്റി. ഒരിക്കലും അല്ല. അശ്വതിയുടെ ഡ്രസ്സിങ് സ്റ്റൈല്, ഹെയർ സ്റ്റൈലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ണട വെക്കുന്നത് ഞാനത് എപ്പോഴും കാണാറുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. നമുക്കൊരു നമ്മൾ ചില ആൾക്കാരും നമ്മളെപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ. അതിൽ ചില കാര്യങ്ങൾ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ സാമൂഹിക വിഷയങ്ങളിലൂടെ ശ്രദ്ധിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന പ്രശ്നങ്ങൾ ഞാനത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാറുണ്ട്. എൻ്റെ സ്വന്തം ശബ്ദത്തിൽ എനിക്ക് കിട്ടുന്ന ആ ഒരു വളരെ കൃത്യമായ ഇൻഫർമേഷൻസ് വെച്ചിട്ട് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ എല്ലാ സാമൂഹിക വിഷയങ്ങളിലും ഇടപെടാറുണ്ട്. അത് ഇടം വലം നോക്കാതെ കൃത്യമായിട്ടുള്ള ഉത്തരം ഞാൻ കൊടുക്കാറുണ്ട് എല്ലാവർക്കും. അത് ഏറ്റവും എനിക്ക് തോന്നുന്നു, എനിക്ക് എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചു. ഒരു ന്യൂസ് റീഡർ എന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ എനിക്ക് മാറ്റാൻ, കുറേ നല്ല നല്ല കാര്യങ്ങൾ വരുത്താൻ സാധിച്ചു. എനിക്ക് കോൺഫിഡൻറ്റ് വരുത്താൻ സാധിച്ചു. സ്വീറ്റി, പിന്നെ നമ്മുടെ അഭിനയം, നമ്മൾ ക്യാമറയുടെ മുമ്പിൽ അഭിനയിച്ചു. ഈ ഡബ്ബിങ്ങിലേക്ക് എത്തിയപ്പോൾ എങ്ങനെയുണ്ട്? വിചാരിച്ച പോലെ ഈസി ആണോ ഡബ്ബിങ്? ഡബ്ബിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡബ്ബിങ് ഈസി ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾ റീടേക്ക് ഒക്കെ എടുക്കേണ്ടി വരും. അഭിനയം എനിക്ക് റീടേക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഡബ്ബിങ് നമുക്ക് കൃത്യമായിട്ട്, ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു മലയാള സിനിമ ഒരു ഇന്ദ്രജിത്ത് സാറിനായിട്ട് ഡബ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ സിനിമ റിലീസാവാൻ പോകുന്നേ ഉള്ളൂ, ധീരം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ ഞാൻ ഡബ് ചെയ്ത സമയത്ത്, സാറുമായിട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടും ഷിവറിങ് വന്നു. ബിക്കോസ് ഇന്ദ്രജിത്ത് സുകുമാരനെ പോലത്തെ ഒരു വലിയ ഒരു ആക്ടറിന്റെ മുമ്പിൽ ഒരുമിച്ച് നമ്മൾ ഡബ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം നന്നായിട്ടാണ് ഡബ് ചെയ്ത കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ഡബ് ചെയ്ത സമയത്ത് എനിക്ക് നല്ല ഷിവറിങ് അനുഭവപ്പെട്ടിരുന്നു. ഒരു കലാകാരി എന്ന രീതിയിൽ നന്നായി പേടിച്ചിരുന്നു. പിന്നെ ഡബ്ബിങ് കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു നല്ല രീതിയിൽ കുറേ ആ ഒരു ക്യാരക്ടറുമായിട്ട് ഇണങ്ങിച്ചേർന്ന് വേണം എപ്പോഴും ഡബ് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മളൊരു ക്യാരക്ടർ ആ വ്യക്തിയെ കൃത്യമായി നമ്മുടെ ശരീരത്തിലേക്കും നമ്മുടെ മൈൻഡിലേക്കും പ്രവേശിപ്പിച്ചുകൊണ്ട് മാത്രമേ ഡബ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ നമ്മുടെ ശബ്ദവും അതിനനുസരിച്ചിട്ട് വഴങ്ങാൻ ഉള്ളൊരു കഴിവുണ്ടായിരിക്കണം ഡബ് ചെയ്യുമ്പോൾ. സ്വീറ്റിയുടെ ഓരോ മേഖലയെക്കുറിച്ച് ചോദിക്കാനും ഇഷ്ടംപോലെ ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് മേക്കപ്പ്. ഇതിനിടയ്ക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അതിന്റെ വർക്കൊക്കെ ചെയ്യാനുള്ള സമയമുണ്ടോ? സമയം കിട്ടുന്നുണ്ടോ?
ഏറ്റവും കൂടുതൽ ഞാൻ പട്ടണം റഷീദ് അറിയാം, എല്ലാവർക്കും സുപരിചിതമാണ്. അദ്ദേഹത്തിനെ പോലത്തെ ഒരു വലിയ വ്യക്തിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചിറങ്ങിയത് 2015-16 കാലഘട്ടത്തിൽ. ശരിക്കും ഞാൻ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ കൂടുതൽ നടത്തിയത് എൻ്റെ പെറ്റ് മദർ ആയിട്ടുള്ള ഡാലു കൃഷ്ണദാസ്, ഒരു ഇന്റർനാഷണൽ ഫാഷൻ കൊറിയോഗ്രാഫറിന്റെ വീട്ടിൽ നിന്നിട്ടാണ്. അപ്പോൾ അതും എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. എൻ്റെ ഒരു ട്രാൻസ് മദറാണ് ഡാലു കൃഷ്ണദാസ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നിട്ടാണ് ഞാൻ ഈ കോഴ്സുകളൊക്കെ പഠിക്കാൻ പോകുന്നത്. ആദ്യം എൻ്റെ വീട്ടിൽ നിന്നിട്ട് ഞാൻ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സമയത്ത് എൻ്റെ ഫാമിലി കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാം മാറി ഇപ്പോൾ നിലവിൽ. അപ്പോൾ പട്ടണം റഷീദിൻ്റെ അടുത്താണ് നമ്മുടെ മീഡിയ, പ്രോസ്തറ്റിക് ആൻഡ് ബ്രൈഡൽ മേക്കപ്പ് പഠിക്കുന്നത്. അതുപോലെ എൻ്റെ ഒരു സിസ്റ്ററും കൂടിയിട്ടുണ്ടായിരുന്നു, എയിൻ ഹണി എന്ന് പറഞ്ഞിട്ട്, എയിൻ ഹണി ആരോഹി. അപ്പം ഞങ്ങൾ രണ്ടും കൂടിയിട്ടാണ് ഈ ഒരു മേക്കപ്പ് കോഴ്സ് പഠിച്ചത്. നന്നായിരുന്നു. അവിടെ നിന്ന് ആദ്യം ഞാൻ മേക്കപ്പ് കോഴ്സ് പഠിച്ചതിന് ശേഷം ആദ്യം ജോലി ചെയ്ത സ്ഥാപനം ഇന്ത്യ വിഷൻ ന്യൂസ് ചാനലാണ്. പിന്നെ ന്യൂസ് ലൈവ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലും ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല. ആ ചാനലിൽ ആണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പ്രോസ്തറ്റിക് മേക്കപ്പ് എനിക്ക് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പ്രേതങ്ങളെയൊക്കെ പോലെ ഉണ്ടാക്കുക, നമ്മുടെ വിരലറ്റ് പോയി, അതൊക്കെയാണ് പ്രോസ്തറ്റിക് മേക്കപ്പ്. പിന്നെ ഈ പറഞ്ഞ പോലെ ബ്രൈഡൽ മേക്കപ്പുകളൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ നിലവിൽ എനിക്ക് കുറേ തിരക്കുകൾ ഉള്ളതുകൊണ്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റി വെച്ചേക്കാണ്. നമ്മൾ പഠിച്ചത് അതൊരു കൈത്തൊഴിലാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മേഖലയാണ് മേക്കപ്പ്. അതൊരിക്കലും മറന്നിട്ടില്ല. ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളൊക്കെ നന്നായി എല്ലാ രീതിയിലും വിനിയോഗിച്ച് മുന്നോട്ട് പോകുന്നു. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് വേറൊരാൾ നമ്മുടെ പെട്ടെന്നൊരു കസിൻസിൻ്റെ കല്യാണത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ സുഹൃത്തുക്കളൊക്കെ വന്നാൽ നന്നായിട്ട് മേക്കപ്പ് ചെയ്ത് കൊടുക്കാനുള്ള എല്ലാ ഐഡിയാസും എൻ്റെ കയ്യിലുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ വരാം. അതിനിടെ കൂടി ഒരു പരസ്യം കൂടി, ഞാൻ ആർക്ക് വേണമെങ്കിലും എന്നെ സമീപിക്കാമെന്നൊരു പരസ്യം കൂടി സ്വീറ്റി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും സ്വീറ്റി, ഒരുപാട് സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതിൽ. നന്നായി പോട്ടെ എല്ലാ കാര്യങ്ങളും, എല്ലാ മേഖലകളും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് വളരെയധികം നന്ദി.